നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെഞ്ചിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തയായിരുന്നു ആൽനഗദയിലെ താമസ സ്ഥലത്ത് അമ്മയും കുഞ്ഞിനെയും ഒരേ കയറിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവം. എത്ര അതിദാരുണമായാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കാം ആ അമ്മ ആ കുരുന്നിന്റെ ശരീരം ആ കയറിൽ കുരുക്കി കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യാനായി തിരിഞ്ഞിട്ടുണ്ടാവുക. അത്രയേറെ അവൾ അനുഭവിച്ചിട്ടുണ്ടാകാം. താൻ അനുഭവിച്ചത് തൻ്റെ കുരുന്നും അനുഭവിക്കരുത് എന്ന് കരുതിയാവണം ആ ഏറ്റവും അവസാനമായി അത്തരത്തിലൊരു തീരുമാനം തന്നെ എടുത്തത്. ശരിക്കും പറഞ്ഞാൽ മകളുടെയും ചെറുമകളുടെയും ഒക്കെ മരണവാർത്ത അറിഞ്ഞ് നടുങ്ങിയിരിക്കുകയാണ് വിഭജികയുടെ പിതാവ് മണിയൻപിള്ള. കൊച്ചുമകളെ അദ്ദേഹം ഇന്നേവരെ ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ല. നമുക്ക് ചിന്തിക്കാനും അപ്പുറമാണ് അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു ദുഃഖമെന്ന് പറയുന്നത്. ഭർതൃപീഡനത്തെ തുടർന്നാണ് വിഭജിക ആത്മഹത്യ ചെയ്തതെന്ന് ആരോപിച്ച് ഇവരുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ശബ്ദരേഖകളും കൂടാതെ സ്വന്തം കൈപ്പടയിൽ എഴുതി ഡയറിയിൽ സൂക്ഷിച്ചിരുന്ന ആത്മഹത്യക്കുറിപ്പുമൊക്കെ വിഭജിക തെളിവായി സൂക്ഷിച്ചിരുന്നു. അച്ഛന് കുറേ കാശ് വേണം, വലിയ വണ്ടി വേണം, വലിയ ഫ്ലാറ്റ് വേണം, സുഖിക്കണം, മകൾക്ക് ഒരു ബോഡി ഗാർഡിനെ വേണം. എൻ്റെ ലോക്കറിൻ്റെ കീ അയാളുടെ കയ്യിലായിരുന്നു, അത് ഞാൻ വാങ്ങിച്ചു. സ്വർണ്ണം ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് നിതീഷ് ഒന്നും വാങ്ങിച്ചു തരാൻ പാടില്ല, എന്നെ എങ്ങോട്ടും കൊണ്ടുപോകാൻ പാടില്ല. ഇതെൻ്റെ ഭാര്യയാണ്, എൻ്റെ കുഞ്ഞാണ് എന്ന ചിന്ത നിതീഷിനില്ല. സ്വയം അടിച്ചു പൊളിച്ച് നടക്കണം, ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തണം. കുഞ്ഞായതിനു മുമ്പ് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. വീട്ടുകാരുടെ പ്രശ്നം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കുഞ്ഞായതിനു ശേഷം അവനും കൂടി ചേർന്നു. പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ വിഭജിക പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ദുബായിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഫയലിംഗ് ക്ലർക്കായിരുന്നു വിഭജിക. ദുബായിൽ തന്നെ ജോലി ചെയ്യുന്ന കോട്ടയം നാൽക്കവല സ്വദേശി നിതീഷ് വലിയ വീട്ടിലാണ് ഭർത്താവ്. ഇരുവരും വെവ്വേറെ താമസിക്കുകയായിരുന്നു. 7 വർഷമായി വിഭജിക UAയിലാണ് ജോലി ചെയ്യുന്നത്. 4.5 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. വിവാഹമോചനത്തിനായി ഇരുവരും നിയമ നടപടികൾ ആരംഭിച്ചിരുന്നതായും വിഭജികയുടെ ബന്ധുവായ സരൺ പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷത്തോളമായി കുവൈറ്റിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മണിയൻ പിള്ള താമസ കുടിയേറ്റ രേഖാമൂലം ആ ഒരു പ്രശ്നം നേരിടുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 വർഷമായി നാട്ടിൽ പോയിട്ടില്ല. ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് ഷാർജയിൽ മകളുടെയും കൊച്ചുമകളുടെയും ദാരുണ മരണം അറിഞ്ഞതിൽ പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പ്രതികരിച്ചത്. മകളുടെയും 1.5 വയസ്സുള്ള കൊച്ചുമകൾ വൈഭവിയുടെയും മരണത്തിന് ഉത്തരവാദിയായവർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ വാങ്ങി നൽകും വരെ തനിക്കിനി വിശ്രമമില്ലെന്നാണ് ആ പിതാവ് പറയുന്നത്. 2019 കോവിഡ് കാലത്ത് ഏകമകൾ വിഭജികയുടെ വിവാഹം നടന്നത്. ആ സമയത്ത് ഏറെ ആഗ്രഹിച്ചുവെങ്കിലും നാട്ടിലേക്ക് പോകാനായില്ല. മാത്രമല്ല 50 പേർക്ക് മാത്രമേ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സ്പോൺസർ മരിച്ചതിനാൽ ഇക്കാമ പുതുക്കാനുമായില്ല. അതുകൊണ്ട് തന്നെ ആ സമയം നടന്ന വിഭജികയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ഇതിൽ കുടുംബത്തിന് നീരസമുള്ളതായൊക്കെ മണിയൻ അറിയാം. പക്ഷേ തന്റെ നിസ്സഹായത മനസ്സിലാക്കുമെന്ന് കരുതി സമാധാനിച്ചിരുന്നു ആ പിതാവ്. തുടർന്നും താമസ കുടിയേറ്റ രേഖകൾ ശരിയാക്കുവാൻ കഴിഞ്ഞില്ല. മകൾക്ക് കുഞ്ഞു പിറന്നതറിഞ്ഞ മരുമകൻ നിതീഷിന് ബന്ധപ്പെട്ടു. ആവശ്യപ്പെട്ടത് പ്രകാരം കൊച്ചുമകൾ വൈഭവിയുടെ ഫോട്ടോ മണിയൻപിള്ളയ്ക്ക് അയച്ചു കൊടുത്തു. വൈകാതെ താമസരേഖ ശരിയാക്കി UAയിലെത്തി മകളെയും മരുമകനെയും കൊച്ചുമകളെയും കാണാനായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ എല്ലാം വിധി തട്ടിക്കളഞ്ഞു. മണിയൻപിള്ളയുടെ മകൻ വിനോദും കുടുംബവും നേരത്തെ തന്നെ ഖത്തറിലായിരുന്നു. ഭാര്യ ശൈലജയും കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് എഞ്ചിനീയറായ മകനും ഭാര്യയും കാനഡയിലേക്ക് പോയപ്പോൾ ശൈലജ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വിഭജികയും നിതീഷും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് മണിയൻപിള്ള പറയുന്നത്. നിതീഷിന്റെ പിതാവുമായി നിരന്തരം സംസാരിച്ചിരുന്നു. അപ്പോഴൊന്നും തന്നെ മകളും മരുമകനും തമ്മിൽ അസ്വാരസ്യം ഉണ്ടായിരുന്നതായി മനസ്സിലായിരുന്നില്ല. കഴിഞ്ഞ ദിവസം രാവിലെ നാട്ടിൽ നിന്ന് സുഹൃത്തിന്റെ മകനായിരുന്നു ഈ ദുരന്ത വിവരം അറിയിച്ചത്. തുടർന്ന് UAയിലുള്ളവരെയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. തുടർന്ന് ഭാര്യയെ വിളിച്ചിട്ടും ബന്ധപ്പെടുവാനായി സാധിച്ചില്ല. അവർ മകന്റെ ഭാര്യ വീടായ തൃശൂർ ഗുരുവായൂരിലായിരുന്നു. പിന്നീട് ഭാര്യയുടെ സഹോദരിയുമായി സംസാരിച്ചു. അപ്പോഴും കാര്യങ്ങൾ വ്യക്തമായില്ലെന്നാണ് മണിയൻപിള്ള പറഞ്ഞത്. മകളുടെയും കൊച്ചുമകളുടെയും മരണത്തിന് പിന്നിലെ കാരണം അറിയണമെന്നും ഉത്തരവാദികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് മണിയൻപിള്ള ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ജീവിതത്തിൽ വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും നികത്താനാകാത്ത നഷ്ടം. കാരണം ആ കൊച്ചുമകളുടെ മുഖം ഒരിക്കൽ പോലും അദ്ദേഹം ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. ആ കാണാനാകാത്തതിന്റെ വേദന മറ്റാർക്കും തന്നെ പറഞ്ഞാൽ മനസ്സിലാകുമോ എന്നും അറിയില്ല. അത്ര കഠിന വേദനയാണ് അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മകൾക്കും കൊച്ചുമകൾക്കും നീതി ലഭിക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുവാൻ മടിക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. UAE പോലുള്ള രാജ്യത്ത് നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നീതി ലഭിക്കുമെന്ന് തന്നെയാണ് ആ പിതാവ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിഭജികയ്ക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നു. അന്ന് രാത്രിയോടെ ഫ്ളാറ്റിലെത്തിയ വീട്ടുജോലിക്കാരി എത്ര വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതുകൊണ്ട് നിതീഷിനെ വിവരം അറിയിച്ചു. ഇയാൾ വന്ന് വാതിൽ തുറന്നപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
മരണം സംബന്ധിച്ച് ബന്ധുക്കൾ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് അധികൃതരെ സമീപിക്കുവാൻ തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നതായി അഡ്വക്കേറ്റ് പ്രീത ശ്രീറാം മാധവ് പ്രതികരിച്ചു. ഇതുകൂടാതെ വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതിലുള്ളത്. ഈ കുറിപ്പിൽ ഭർത്താവിനും ഭർത്തൃപിതാവിനുമെതിരെ ഗുരുതരമായ പരാമർശമാണ് വിഭജിക ഉയർത്തിയിട്ടുള്ളത്. ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറി, സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും പറയുന്നു. മരിക്കുവാൻ ഒരാഗ്രഹമില്ലെന്നും കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ലെന്നും ആ കുറിപ്പിൽ പറയുന്നുണ്ട്. ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുതെന്നാണ് വിഭജിക അവസാനമായി ആ കുറിപ്പിൽ പറയുന്നത്. തന്റെ മരണത്തിൽ ഒന്നാം പ്രതികൾ നാത്തൂനായ നീതു, നിതീഷ് മോഹൻ എന്നിവരും രണ്ടാം പ്രതി ഭർത്താവിന്റെ അച്ഛനായ മോഹനനാണെന്നും വ്യക്തമായി തന്നെ വിഭജിക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്തൃപിതാവിനെതിരെയും ഭർത്തൃ സഹോദരിക്കെതിരെയും ഗുരുതര വെളിപ്പെടുത്തലുകളാണ് വിഭജിക നടത്തിയിട്ടുള്ളത്. അച്ഛൻ എന്ന് പറയുന്നാൽ അപമര്യാദയെ പെരുമാറി എന്ന് അറിഞ്ഞിട്ട് പോലും ഭർത്താവ് പ്രതികരിച്ചില്ല. എന്റെ ഭർത്താവ് അതിനു പകരം എന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്നായി. കുറിപ്പിൽ കൃത്യമായി തന്നെ വിഭജിക ഇത് എടുത്തു പറയുന്നുണ്ട്. ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെന്നും വെളിപ്പെടുത്തുന്നുണ്ട്. കല്യാണം ആഡംബരമായി നടത്തിയില്ല, സ്ത്രീധനം കുറഞ്ഞുപോയി, കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വീടില്ലാത്തവൾ, പണമില്ലാത്തവൾ, തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിച്ചുവെന്നും പറയുന്നു. കുഞ്ഞിനെ ഓർത്തു വിടാൻ കെഞ്ചിയിട്ടും ഭർത്തൃ സഹോദരി കേട്ടില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. ഒരിക്കൽ ഇവരുടെ വാക്കും കേട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളവും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടായി. മുടിയും പൊടിയും എല്ലാം നിറഞ്ഞ ഷവർമ തന്റെ വായിൽ കുത്തിക്കയറ്റി. ഗർഭിണിയായിരുന്നപ്പോൾ അവളുടെ പേരും പറഞ്ഞ് എന്റെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് വലിച്ചു. ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെന്നാണ് വിഭജിക കുറിപ്പിൽ പറയുന്നത്. ഗർഭിണിയായ 7ാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നും കത്തിൽ വിഭജിക പറയുന്നുണ്ട്. നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായാണ് ബന്ധമുള്ളത്. തുടക്കത്തിലൊക്കെ അച്ഛനും പെങ്ങളും പറഞ്ഞത് തന്നെ തല്ലുമായിരുന്നുവെങ്കിലും തന്റെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നുവെന്നും, എന്നാൽ കഴിഞ്ഞ കുറേ വർഷമായി അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തനിക്ക് ആഹാരമോ വെള്ളമോ വസ്ത്രമോ ഒന്നും തന്നെ നിതീഷ് നൽകിയിരുന്നില്ലെന്നും വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് വിഭജികയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭജികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടുമൊക്കെ വിഭജിക പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിരിക്കുന്നത്. മണിക്കൂറുകൾക്ക്, അതായത് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വിഭജിക തന്നെ ഫോണിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചിരുന്നതായും തിരികെ വിളിച്ചപ്പോൾ പ്രതികരണം ഉണ്ടായിരുന്നില്ലെന്നും അഡ്വക്കേറ്റ് മനോജ് പള്ളിമണും പറയുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ഷാർജ അൽനാദിയിലെ ഫ്ളാറ്റിൽ ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ HR വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിഭജികയും ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറായ നിതീഷും കഴിഞ്ഞ കുറച്ചു കാലമായി സ്വരച്ചേർച്ചയിലായിരുന്നില്ല. മാത്രമല്ല ഇരുവരും വെവ്വേറെ താമസ സ്ഥലത്തായിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിലാണ് നിതീഷ് വിഭജികയെ നിരന്തരമായി മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ബന്ധുക്കളൊക്കെ പറയുന്നത്. എന്നാൽ വിഭജികയ്ക്ക് ഈ വിവാഹമോചനത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. വിവാഹമോചനം ഉണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്നാണ് യുവതി വീട്ടുജോലിക്കാരിയോടും അമ്മയോടുമൊക്കെ പറഞ്ഞിരുന്നത്. ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിഭജികയ്ക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നതായി പറയുന്നുണ്ട്. ഇതിനിടയിലാണ് ആത്മഹത്യ നടന്നത്. ഇനിയും എത്രയേറെ ആത്മഹത്യകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരിക്കലും മാതാപിതാക്കൾക്ക് കണ്ണീരായി തന്റെ വേദന അവരറിയരുതെന്ന് കരുതി മാക്സിമം അതെല്ലാം തന്നെ ഉള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന യുവതികൾ നിരവധിയാണ്. അത് തൊഴിലിടങ്ങൾ അല്ലെങ്കിൽ ജോലി എടുക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാലും ജോലി ഇല്ലാത്തവരെന്ന് പറഞ്ഞാലും അതിൽ മാറ്റമൊന്നുമില്ല. അത് തന്നെയാണ് വിഭജിയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വന്തമായ ഒരു ജോലി ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ പോലും ഭർത്താവ് എന്ന് പറയുന്നവൻ എത്ര കഴിവ് കെട്ടവനാണെന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ആ ആത്മഹത്യക്കുറിപ്പിലൊക്കെ എടുത്തു കാണിക്കുന്നത്. നിരവധി സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്ന അയാൾ എന്തിനാണ് ഒരു യുവതിയുടെ ജീവിതം ഇങ്ങനെ ഇല്ലാതാക്കിയത്? താൻ വേർപിരിയുന്ന വിവരം പോലും നാട്ടിൽ അറിയരുത് അല്ലെങ്കിൽ മാതാപിതാക്കൾ അറിയരുതെന്ന് ആ പെൺകുട്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇതെല്ലാം ഈ പീഡനങ്ങൾ മുഴുവനും മറച്ചു വെച്ചിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഏറ്റവും ഒടുവിലായി എല്ലാവരും അറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന് കണ്ടപ്പോൾ ഇനി തനിക്ക് ഒരു രക്ഷയുമില്ല, അല്ലെങ്കിൽ താൻ ഇനി ഈ ഭൂമിയിൽ ജീവിക്കരുത് എന്ന് ഓർത്തുകൊണ്ട് അവസാനമായി താൻ അനുഭവിച്ച എല്ലാ വേദനകളും എഴുതിക്കൊണ്ട് അവൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.